വിട്ടോ വിട്ടോ വാ. വേഗർ വണ്ടി എടുക്ക. എന്താ സാർ പറയുന്നേ? വിവാഹം മുടങ്ങിയെന്നോ? എന്താ കാരണം? ചെറിയൊരു മിസ്റ്റേക്ക് എന്റെ ഭാഗത്തുനിന്നും വന്നുപോയി. ജയദേവന്റെ കുടുംബവും എന്റെ കുടുംബവും വളരെ അടുപ്പമുള്ളതാ. കുട്ടികൾ തമ്മിൽ നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് ഈ ബന്ധം അവർക്ക് തൃപ്തികരമാകുമെന്നാ ഞാൻ കരുതിയത്. പക്ഷേ മോൾക്കിപ്പോ വല്ലാത്ത വാശി. മോൾക്ക് ആ വിവാഹം വേണ്ടെന്ന്. ജയദീപന്റെ ക്യാരക്ടർ എന്തോ അവൾക്കൊട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ ഈ കാര്യത്തിൽ മിത്രയുടെ പക്ഷത്ത്. ഒട്ടും യോജിക്കാത്ത ഒരാളെ എങ്ങനെയാ കൂടെ കൊണ്ട് നടക്കുന്നത്? അത് പറഞ്ഞിട്ട് നീ എന്തിനാ എന്നെ നോക്കുന്നേ? പത്മ, ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ വീട്ടിലാണ് നടക്കുന്നതെങ്കിൽ പത്മയുടെ ഡിസിഷൻ എന്തായിരിക്കും? ഞാൻ എന്റെ മക്കളുടെ തീരുമാനത്തിന് പ്രാധാന്യം കൊടുക്കും. നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടാവുമ്പോഴാണ്. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് മോളോട് ചോദിച്ചോ? ഉണ്ട്. അതവള് പറയാൻ ഇത്തിരി വൈകിപ്പോയി. വൈകിയെന്ന് പറയാൻ പറ്റില്ല. അവളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരാൾ കടന്നു വന്നിട്ട് ജസ്റ്റ് 1-2 ദിവസമേ ആയിട്ടുള്ളൂ. എങ്കിൽ പിന്നെ അതാരാന്ന് ചോദിച്ച് ആ വിവാഹം അങ്ങ് ഉറപ്പിച്ചൂടെ? അതിനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അവളുടെ മനസ്സിൽ കയറിക്കൂടിയ ആ ചെറുപ്പക്കാരൻ സൂര്യയാണ്, നിങ്ങളുടെ മകൻ. സത്യത്തിൽ ഞങ്ങൾ വന്നത് നിങ്ങളോട് വിവാഹ സമ്മതം ചോദിക്കാനാ. ഞങ്ങൾ ഇൻവിറ്റേഷനുമായി വന്നപ്പോ പത്മയൊരു കാര്യം പറഞ്ഞു. എനിക്കൊരു പെൺകുട്ടിയുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ സൂര്യയ്ക്ക് വേണ്ടി ആലോചിക്കാമായിരുന്നു. അത് ചിലപ്പോ ഒരുപക്ഷെ ദൈവത്തിന്റെ കാതിൽ വീണ് കാണും. ദൈവത്തിന് വേറെ പണിയൊന്നുമില്ലേ? എന്തു പറയുന്നു യതീന്ദ്രദാസ്? ഇത് വളരെ ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമല്ല. ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിന് സമ്മത. പത്മ സർ, സത്യം പറഞ്ഞ സൂര്യ ഇപ്പൊ ഒരു വിവാഹത്തിന് തയ്യാറല്ല. ഞങ്ങൾ വളരെ നിർബന്ധിച്ചിട്ടും അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്ക. പക്ഷേ ഇതിപ്പോ നിങ്ങളുടെ മോള് ഇഷ്ടപ്പെട്ട കാര്യല്ലേ, അവനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിക്കാം.
ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ സൂര്യയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കുറിച്ച് എന്താ പ്രത്യേകിച്ച്? ഒന്നുമില്ല, കമ്പനിയിലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ നിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നീ ഓഫീസിലേക്ക് പൊയ്ക്കോളൂ. ഓക്കെ, ബൈ അങ്കിൾ. അവനോടെ ഇപ്പൊ തന്നെ പറയണമായിരുന്നു, ആ ആലോചന അവൻ അവസാനിപ്പിച്ചേന്. അത് കുഴപ്പമില്ല, തീ കൊടുത്താ അതെപ്പോ വേണമെങ്കിലും ആളി കത്തിക്കോളൂ. വിശ്വനാഥ് സാർ, ഞങ്ങൾ ഈ കാര്യം സൂര്യയായിട്ടൊന്ന് സംസാരിക്കാം. അവന്റെ തീരുമാനം എന്താണെന്ന് നിങ്ങളെ വിളിച്ച് പറയുകയും ചെയ്യാം. ഇക്കാര്യത്തില് അവന് എതിർപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ വിവാഹം വേണ്ട, അടിച്ചു പൊളിച്ച് നടക്കണമെന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഫാഷനാ. അതൊക്കെ നമുക്ക് പറഞ്ഞു പരിഹരിക്കാം. ഞങ്ങള് അവനെയും കൂട്ടി വീട്ടിലേക്ക് വരാം. കുട്ടികൾ തമ്മിൽ നേരിട്ട് കാണട്ടെ, അവര് സംസാരിക്കട്ടെ. പിന്നെ മോളുടെ ചോയ്സ്, അത് സാധിച്ചു കൊടുക്കുന്നതിനപ്പുറം സന്തോഷം എനിക്ക് വേറെയില്ല. ദൂരെന്ന് കണ്ടപ്പോ ഞാൻ കരുതിയത് എന്താണെന്നറിയോ? കൊതുകിന് മരുന്നടിക്ക് ആരോ വരുന്നുണ്ടെന്നാ. എല്ലാരും കൂടി എന്നെ അതിനു പോലും കൊള്ളാത്ത പരുവാക്കിയല്ലോ. ഇതെങ്ങോട്ടാ പ്രശാന്തേട്ടാ, ബാഗൊക്കെ ആയിട്ട്? ഞാൻ പോവാ നന്ദിനി. ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണോ? ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നില്ല. എന്തിനാ അവിടെ ചെന്ന് കഷ്ടപ്പെടുന്നത്? അപ്പൊ പിന്നെ നിന്റെ പണി പോയില്ലടാ. കൊല്ലത്തൊരു കൂട്ടുകാരൻ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാ. അതാവുമ്പോ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ.